Watch full episodes on Jio Hotstar. എന്നെ റൂമിലേക്ക് കൊണ്ടുപോകൂ. എനിക്ക് നടക്കാൻ പോലും കഴിയില്ല. എന്റെ ജോലിക്കാർ എവിടെ പോയെന്ന് പോലും എനിക്ക് അറിയില്ല. എവിടെയാ അവർ? എനിക്ക് കുറച്ചു നേരത്തേക്ക് വിശ്രമിക്കണം. അതെ, നിങ്ങൾ ഞങ്ങളുടെ മുറിയിൽ റെസ്റ്റ് എടുത്തോളൂ. നിങ്ങൾ ഇയാളുടെ ആളുകളാണോ? നാണമില്ല നിങ്ങൾക്ക്? പാവത്തിന് ഇങ്ങനെ തനിച്ചാക്കിട്ട് പോവാൻ. പാവം എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? കൊണ്ടുപോയി ഇയാളുടെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ. ഇനി എങ്ങനെ ഇയാളെ തനിച്ചിട്ട് പോയാലുണ്ടല്ലോ. നിങ്ങളെ രണ്ടുപേരും എന്തിനാണ് വന്നത്? ഞാൻ നിങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ എത്രയും ഉയരത്തിൽ നിന്നാണ് താഴെ വീണത്. ഞങ്ങൾ പേടിച്ചു പോയി. ഓക്കേ ശ്രദ്ധിച്ച കേക്ക്. അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചാൽ പോലും നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ എത്ര കടന്ന് കരഞ്ഞാലും മേലെ വിളിച്ചാലും വരരുത്. കാരണം ഞാൻ അവരുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഒച്ച വെക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി ബോസ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്ക് മനസ്സില്ല കല്യാണം കഴിക്കാൻ. ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ ആവശ്യമില്ലാതെ നിർബന്ധിക്കരുത് പ്ലീസ്. ഇവന് കല്യാണമേ കഴിക്കണ്ടെന്ന്. അയ്യോ അയ്യോ, ഞാൻ ഇനി എന്താ ചെയ്യാ? ഡോണ്ട് വറി, ഞാൻ അവനെ സമ്മതിപ്പിക്കാം. അവൻ നമ്മുടെ മകനല്ലേ. ചിങ്കത്തിനെ സമ്മതിപ്പിക്കേണ്ടത് അവന്റെ കൂട്ടുകാരുടെ കടമയല്ലേ. ആ ടാസ്ക് ഞാൻ അവർക്ക് നൽകുന്നു. യെസ്. നാടൻകളി. ഈ ഫയൽ എവിടേക്കെങ്കിലും മാറ്റി വെച്ചാ പിന്നെ എന്നും പെണ്ണിന്റെ ഫോട്ടോ കാണുന്ന പറഞ്ഞ് എന്നെ നിർബന്ധിക്കില്ലല്ലോ. ഫോട്ടോ 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 ഫോട്ടോ, നോ നീഡ് ഫോട്ടോ. യെസ്. ചിങ്കം സ്റ്റോപ്പ്. അവിടെ നിൽക്കാൻ. മോട്ടു പത്ലു ചിങ്കം ധർത്തിയുടെ ഫയലുമായി കടന്നു കളഞ്ഞു. അവനെ പോയി പിടിക്കേ. അവിടെ നിൽക്ക. നിക്ക് സാറേ. ഇതെന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും വന്ന് എന്റെ തലയിൽ കൂടി എന്തിനാ ഇങ്ങനെ ഓടി പോകുന്നത്? പത്ലുജി, ഇത് അതേ ഗുണ്ടയാണ്. ധർത്തി ഫയലിന്റെ പുറകിൽ വന്ന ആ ഗുണ്ട. ഇത് മറ്റേ അവന്മാരാണ്. അധികം സംസാരിക്കത്തൊന്നുമില്ല. അടിച്ച് പരിപ്പിളക്കത്തേയുള്ളൂ. ഇത് ധർത്തിയുടെ ഫയലാണ്. ഇതിനെ എവിടെയെങ്കിലും മാറ്റി വെക്കൂ, അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞോളൂ. എവിടേക്കെങ്കിലും കള, അല്ലെങ്കിൽ നശിപ്പിച്ചേക്ക്. എനിക്കിതിന് താല്പര്യമില്ല. എന്റെ ചങ്ക, എന്റെ ബ്രോ, പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണല്ലോ. ആ ചിങ്ക സാറിനെ നമുക്ക് എത്രയും പെട്ടെന്ന് പിടിക്കണം. ചങ്ക, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് ധർത്തിയുടെ ഫയലാണ്. ഇത് കത്തിക്ക്, കീറിക്കളയ, നദിയിൽ കൊണ്ട് കള, എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കള ചങ്ക. വലിയേട്ടാ, ഒന്ന് പറഞ്ഞിട്ട് പോണം. ഒന്ന് അവിടെ നിൽക്കൂ. ഇവിടെ വല്ല മത്സരവും നടക്കുന്നുണ്ടോ? ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഇതാ ധർത്തിയുടെ ഫയൽ. എറിഞ്ഞുകള, നശിപ്പിച്ചുകള. എന്താ തോന്നുന്നു വെച്ചാ ചെയ്തോ. എന്റെ ഫയലിലെങ്ങാനും കൈവശാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇന്നത്തെ ദിവസം അടി മുഴുവൻ എനിക്കാണല്ലോ കിട്ടുന്നത്. എന്തൊരു സുഖം. ആദ്യം ഫയല് കിട്ടി, പിന്നെ ധർത്തിയെ കണ്ടു. പിടിക്കവളെ. ഞാൻ ആ ഫയൽ കുണ്ടലി ഡോണിന്റെ കൈ കൊടുത്തല്ലോ. ഞാൻ എന്തായി കാണിച്ചത്? നിങ്ങൾ രണ്ടുപേരും പോയി കണ്ടുപിടിക്കാൻ ശ്രമിക്ക്. ആ മോട്ടോജിയും പത്ലുജിയും എവിടെയാണെന്നുള്ള കാര്യം. എന്നിട്ട് എന്നെ വിവരം അറിയിക്ക്. അത് കഴിഞ്ഞ്
ഞാൻ എന്റെ അഭിനയം കൊണ്ടുള്ള ട്രാപ്പ് വീണ്ടും തുടങ്ങാം. ഓർമ്മയിരിക്കട്ടെ, ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചാൽ പോലും ഒരിക്കലും എന്റെ അടുത്തേക്ക് വരരുത്. മനസ്സിലായോ? ജങ്ക, പങ്ക, നിങ്ങളോട് ഞാൻ എന്താണ് പറഞ്ഞത്? വിളിച്ചാൽ പോലും വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? ധർത്തി പ്രൊജക്ട് നമ്മുടെയാണ്. നമ്മൾ അതുകൊണ്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ടീം ധർത്തി പ്രോജക്റ്റിന്റെ പുറകെയാണെന്ന്. പെട്ടെന്ന് വാ. ഒന്ന് നിന്നേ, ഒന്ന് നിക്കുന്നേ. നിങ്ങള് ധർത്തിയുടെ പുറകിലാണോ? പറയൂ. ധർത്തി ഞങ്ങളുടെയാണ്. അതിന് കാലം തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ കൈ ഞങ്ങളെ വിട്ട്. ധർത്തി ഞങ്ങളുടേതാണ്. ഇനി എങ്ങനെ അതിൽ കൈവച്ചാലുണ്ടല്ലോ പങ്ക, ഇവന്മാര് നമുക്കിട്ട് പണി തരാൻ നോക്കുക. ഇന്ന് ഈ കുണ്ടലിക്ക് തലകുത്തി നിൽക്കാനാണ് യോഗം. എന്നെ ഒന്ന് ഇറക്കി വിട്. ഈ ചിങ്കം സാർ എവിടെ പോയി? ഹലോ ജെന്റിൽമാൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ സഹായിക്കാൻ കഴിയുമോ? എനിക്ക് ഒരു സഹായം ചെയ്തു തന്നാൽ ദൈവം നിങ്ങൾക്ക് അങ്ങോട്ട് 10 ലക്ഷം സഹായങ്ങൾ ചെയ്തു തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പുണ്യം കിട്ടും. ജീവിതത്തിൽ നല്ലത് ചെയ്താൽ നല്ലത് മാത്രമേ വരൂ. പത്ലു, ഞാൻ ഈ മനുഷ്യനെ ഒന്ന് സഹായിച്ചിട്ട് വരാം. നീ മുമ്പിൽ ചെല്ല്, എന്നിട്ട് ചിങ്കം സാറിനെ അന്വേഷിക്ക്. ഓക്കെ മോട്ടു, ഈ അവസരത്തിൽ നിന്റെ സഹായം അയാൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ അയാളെ നേരത്തെ പോലെ ഉപദ്രവിക്കരുത്. ഇത്തവണ സൂക്ഷിച്ചു കൊണ്ടുപോകണം. അയ്യോ മോട്ടു, ഞാൻ ഇനി എന്താ ചെയ്യാ? ചിങ്കം എങ്ങോട്ടാ പോയെന്ന് പോലെ എനിക്ക് അറിയില്ല. നിങ്ങൾ എന്തുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അയാളെ അന്വേഷിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കൂ. എനിക്ക് ഒരിക്കൽ കൂടി ആ പൂളിൽ ചെന്ന് വീഴണ്ട. സോറി, ഞാൻ ഇപ്പൊ വരാം. സോറി സാറേ. വാവ് ബോസ്, കൊള്ളാം. നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ ഭയങ്കര വേദന അറിയുന്നുണ്ടല്ലോ. അടിപൊളി. ശരിക്കും കേട്ടിട്ട് ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് ബോസ്. ഇത് ശരിക്കും ബോസ് നേരത്തെ ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ഒറിജിനലാണെന്ന് കരുതി ഞങ്ങളങ്ങ് വന്നേനെ. തീർച്ചയായിട്ടും. അപ്പൊ ശരി ബോസ്, ഞങ്ങൾ എന്നാ പോയി ഒരു ചായ കുടിച്ചിട്ട് അങ്ങ് വരാം. പിന്നെ ഒരു കാര്യം, ഇത്തവണ നമുക്ക് ഫയൽ എന്തായാലും കിട്ടും. എങ്ങോട്ടാ പോകുന്നത്? ഞാനിവിടെ വാഷിംഗ് മെഷീനകത്ത് കിടന്ന് മറിയാണ്. എന്നിട്ട് നിങ്ങളവിടെ കാഫി കുടിക്കാൻ പോകുന്നു. താൻ എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നത്?
ഇതുവരെ കുളിച്ചിട്ടിറങ്ങി വരുന്ന ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലേ? എന്ത് നീ അയാളെ ലോണ്ടറി ഡക്റ്റിൽ വീഴ്ത്തിയെന്നോ? വീഴ്ത്തിയതല്ല, അയാള് വീണതാണ്. ഒന്ന് വേഗം വരൂ, അയാൾക്ക് വല്ല പരിക്കും പറ്റി കാണും. സാറേ, സാറ് രക്ഷപ്പെട്ടു. പൊളിച്ചേ. കാണിച്ച് ഫയൽ മേടിക്കാൻ പറ്റൂ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ പാഷ, ഓടിക്കോ. സാറ് നല്ലോണം ഓടുന്നുണ്ടല്ലോ. സാറിന്റെ കാലൊക്കെ ഇപ്പൊ ശരിയായോ? നിങ്ങളുടെ വീൽ ചെയർ എവിടെ? ഇതിലെന്തോ പ്രശ്നമുണ്ട്. അയാൾ എങ്ങനെ ഓടുന്നേ? പിന്നിലോട്. നിക്ക്. നിക്ക്. അവിടെ നിക്കാനാ പറഞ്ഞേ. സാർ, ദേ അവിടെ ഉണ്ട്. സാറേ, നിക്ക് സാറേ. അവിടെ നിക്ക്. പ്രൊഫസർ ബാഡ്ലി വാല ഫോൺ എടുക്കുന്നേ ഇല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടുന്ന് പോയാൽ നമ്മൾ എങ്ങോട്ട് പോകും? അയാളെ കോണ്ടാക്ട് ചെയ്യുന്നത് വരെ ഇവിടെ ഒളിച്ചിരുന്നേ മതിയാവൂ. ഇവർ എന്റെ പുറകിൽ ഓടി വരികയായിരുന്നല്ലോ. ഈ പെട്ടെന്ന് എങ്ങനെ എന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നേ? വെല്ലേട്ടാ, അവിടെ നിക്ക്. അവിടെ നിക്ക് സാറേ. ഇവരെങ്ങനെയാ സാറേ. ഇത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വന്നത്? നോക്ക് സാറേ, നിക്ക്, നിക്കാൻ. അപ്പൊ സാറേ, എന്റെ സാറേ, എന്റെ വെല്ലേട്ടാ, നിക്കൂ. അവിടെ എന്താ നിക്ക്, സാറേ ഇത്? അവിടെ നിക്ക്. സാറ് നിക്ക്. വെല്ലേട്ടാ, അവിടെ നിക്കാനാ പറഞ്ഞേ. പറഞ്ഞത്. വെല്ലേട്ടാ നിക്കൂ. ഓടല്ലേ സാറേ, നിക്കൂ. അവിടെ നിക്ക് സാറേ. സാറൊന്ന് നിക്കവിടെ. ആ രണ്ട് സയന്റിസ്റ്റുമാരും ഭയങ്കരന്മാരായ രണ്ടുപേരാണ്. അവർ ഒറ്റ സെക്കൻഡിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയും. ഒരു സെക്കൻഡ് എന്റെ പുറകിലാണ് അവർ ഓടി വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോ അവരെന്റെ മുന്നിൽ കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിനെ എന്താ പറയുന്നത് അറിയാവോ? എന്താന്നറിയാവോ? പറയൂ. എന്റെ സാറ്, ഇതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു ചെറുപ്പത്തിൽ എനിക്കും സംഭവിച്ചത്. എന്റെ അമ്മയും എന്റെ അച്ഛനും വയ്യാതെ കിടപ്പിലായിരുന്നു. ഞാൻ 10 വയസ്സുള്ള ഒരു വെറും ചെറിയ കുട്ടിയായിരുന്നു. ഈ കൊച്ചു കൊച്ചു കൈകള് കൊണ്ട് ജോലി ചെയ്ത് പൈസ കൊണ്ടുവരുമായിരുന്നു. പിന്നെ കുറെ ഗുണ്ടകൾ എന്റെ പുറകില് കൂടി. ഞാൻ അങ്ങോട്ട് ഓടിയാലും ഗുണ്ടകൾ എന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ചെറുപ്രായത്തിൽ അവർക്ക് വേണ്ടിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് വെറുതെ അങ്ങടും ഇങ്ങടും നെട്ടോട്ട് ഓടുമായിരുന്നു. എന്നാ പറയാൻ എന്റെ സാറേ, വേറെ ചോദിക്കാനും പറയാനും ആരും ഇല്ലായിരുന്നു എന്റെ സാറേ. എത്ര പ്രാവശ്യം പറയണം ഇവിടെ ഫാമിലി ഡ്രാമ ഉണ്ടാക്കരുതെന്നത്? ഹോഷിയാർ സിംഗ്, നീ വായി തുറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് ഒരു സെക്കൻഡിൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടെലിപോർട്ടിംഗ് എന്ന് പറയുന്നത്. അവരൊരു ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, അറിയാമോ? അപ്പൊ സാറേ, ആ ഗുണ്ടകളുടെ കയ്യിൽ ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നെന്നാണോ പറയണേ? അതുകൊണ്ടാണ് അവരെ രണ്ടിടത്ത് വെച്ചും കണ്ടതല്ലേ? ഹോഷിയാർ സിംഗ്, ഒന്ന് വായടയ്ക്ക്. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കും. എനിക്ക് എന്തായാലും ആ ടെലിപോർട്ടിംഗ് മെഷീനും കിട്ടിയേ മതിയാവും. Watch India's largest kids library only on Jio Hotstar. Download the app now.